എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇഷ്ട സിനിമകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത് മേലെ പറമ്പിൽ ആൺവീട് എന്ന സിനിമയാണ്. 1993 ഗിരീഷ് പുത്തഞ്ചേരി കഥ എഴുതി, രഘുനാഥ് പല്ലേരി തിരക്കഥയും സംഭാഷണവും എഴുതി, രാജസേനൻ സംവിധാനം ചെയ്ത സിനിമയാണ് മേലെ പറമ്പിൽ ആൺവീട്. ജയറാം, നരേന്ദ്രപ്രസാദ്, ജനാർദ്ദനൻ, ജഗതി, വിജയരാഘവൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, വിനു ചക്രവർത്തി, ശോഭന, മീന ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നമുക്കറിയാം, രാജസേനനും ജയറാമും കൂടി ഒന്നിക്കുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നല്ല സിനിമ തന്നെയാണ് മേലെ പറമ്പിൽ ആൺവീട്. പൊതുവെ രാജസേനൻ്റെ സിനിമകളൊക്കെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള തമാശകൾ നിറഞ്ഞ കുടുംബ ചിത്രമായിരുന്നു. ഈ സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം ത്രിവിക്രമനും ഭാര്യയും 3 മക്കളും അച്ചമ്പിയും അടങ്ങിയ കുടുംബം. അവർ അധ്വാനശീലരാണ്. സാമ്പത്തികമായി അത്യാവശ്യം നല്ല നിലയിലുള്ളൊരു കുടുംബമാണ്. ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ആരും വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രായം അതിക്രമിച്ച അവർ പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ കൃഷിയോടുള്ള താല്പര്യം കുറയുമെന്നാണ്. അച്ഛൻ പറയുന്നത് കണ്ടായ കാമാക്ഷിയും മീനാക്ഷിയും ഒന്നും കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, നല്ല അന്തസ്സും കുലമഹിമയും ഒക്കെയുള്ള ഒരു കുടുംബത്തിൽ തന്നെ വേണം. അതുപോലുള്ളൊരു ആലോചന ഇത്ര കാലമായിട്ടും വന്നിട്ടില്ല എന്നാണ്. ഇവരുടെ ഒരു ജീവിത രീതിയും കുടുംബ പശ്ചാത്തലമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു രംഗമുണ്ട്. കലക്കാതെ കുളിക്കടാ. ശരി, എണ്ണപ്പനയുടെ ലോണ്ടാരി എന്താ വന്നയാളിന് ഇത്തിരി കൈമടക്ക് കൊടുത്താൽ ശരിയാകുമെന്നാ പരമശിവൻ പറഞ്ഞു. കൈമടക്ക് കൊടുത്താലും കാര്യം നടക്കുമല്ലോ. കൈ മടക്കുന്നതിന് മുമ്പ് ഹരികൃഷ്ണുമായിട്ടൊന്ന് ആലോചിക്കണം. ഞങ്ങളെ പോലെ അച്ഛന് എഴുത്തുമായനെ അറിഞ്ഞൂടാത്തോണ്ട് ആ പരമശിവൻ പറഞ്ഞു പറ്റിക്കും. കൊല്ല 20 ആയടാ, ആ പാവം എന്റെ കൂടെ നിൽക്കുന്നു. ഈ 20 കൊല്ലം കൊണ്ട് ആ പാവം വീട് 2 വെച്ചു. അതച്ഛൻ അറിഞ്ഞോ? അങ്ങേരങ്ങനെ ഉയർച്ചയുടെ പടികൾ കയറിക്കൊണ്ടിരിക്കുക. ഭാഗ്യമല്ല എന്ന് പറയാ. അച്ഛാ, ബ്ലോക്കിൽ കുറെ പുതിയ പയറുവിത്ത് വന്നിട്ടുണ്ട് കേട്ടു. നമുക്ക് കുറെ വാങ്ങി മേലെ പറഞ്ഞ് വീശിയാലോ? വീശിക്കോ. ഇന്നലെ ഒരുപാട് തേങ്ങ കളവ് പോയി. അല്ലെങ്കിൽ തന്നെ തേങ്ങയുടെ വില താഴോട്ടാ. അതിനിടെ ഉള്ളതും കൂടെ കള്ളന്മാർ കൊണ്ടുപോയാലോ? കക്കുന്നവനെ അള്ളു വെച്ച് പിടിക്ക്, എന്നിട്ട് കാല് തല്ലി ഓടിക്ക്. അപ്പൊ പരിഹാരം ഉണ്ടാവും. കാല് തല്ലി ഓടിക്കാൻ മച്ചമ്പേരാ മൈസൂരട്ടോ. അവന്മാർ തെങ്ങിന്റെ തല വെട്ടും. വെട്ടട്ടാ, ഇന്ന് രാത്രി കാവൽ നിൽക്ക്, ഞാനും വരാം. മടവാളെടുത്ത് തെങ്ങിന്റെ മടലെ കുത്തിവെക്ക്. രക്ഷയില്ലാച്ച വെട്ടിക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. വേണ്ട മച്ചമ്പി വേണ്ട, അതിന് കിടന്ന് കളിച്ചാൽ തീക്കളിയാകും. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ? അല്ല, 24 മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാലേ ഉള്ള ആണത്വം പോവും. താനേ കാണ്ടാമൃഗ. അമ്മയ്ക്കുമുണ്ട് ഒരുപാട് പരാതികൾ. ഭർത്താവിനെയും മക്കളെയും അച്ചമ്പിയൊക്കെ നോക്കി അവരും ആവശ്യമാണ്. ഒരു മരുമകൾ വന്ന് കയറാൻ വേണ്ടി അവരും ആഗ്രഹിക്കുന്നു. അമ്മേ, എന്താ വെന്തോ? വേകുമ്പോഴേ മണിയടിക്ക. മോനങ്ങ് പോ, വല്ലാതെ വിശക്കുന്നുണ്ടല്ലേ? പകൽ നേരത്ത് ഒന്ന് പുറംപണി ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത്. ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്തായടാ ഹരികൃഷ്ണ, കിട്ടുവോ? ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ. പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ്, പബ്ലിക് എങ്കിൽ പബ്ലിക്. ഞാൻ ചാടും. നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കണ്ടസാടാ. നീ ധൈര്യമായിട്ട് കയറ്. വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ. ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് പോരെ. ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നതിലും നല്ലതേ ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണമായിരുന്നു. നാശം. ഇത്ര വേഗം ചോറായോ? എന്നിട്ട് വയ്യ. എല്ലാം കൂടെ വിട്ട് വിഴിഞ്ഞേക്കരുത്. ഉണ്ടിട്ട് കളിക്കാം. നീ എന്തിനാടി മണി അടിച്ചത്? ഇത് മരണമണിയാ. എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാൻ. ഒരുത്തി എനിക്ക് ഇതിനകത്ത് കിട്ടണം. അതിന് കഴിയോ? നിങ്ങളുടെ അവിടെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നു. കാലനക്കാൻ വയ്യാതാ ഞാൻ ഈ പുഹയത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴുതിക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ? നീ ബഹളം വെക്കണ്ട, വഴിയുണ്ടാവും. അപ്പോഴാണ് നല്ല അന്തസ്സും കുലമഹിമയും ഒക്കെയുള്ള ഒരു തറവാട്ടിൽ നിന്ന് നല്ലൊരു ആലോചന വരുന്നത്. അവിടെ 2 സഹോദരിമാർ, ഇവിടെ ജയകൃഷ്ണനും ഗോപികൃഷ്ണനും. അവർ പെണ്ണ് കാണാൻ പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതീവ രസകരമാണ്. അമ്മാവിനെയും അഞ്ജനെയും
കാര്യസ്ഥനെയൊക്കെ കൂട്ടി പെണ്ണ് കാണാൻ പോകുന്ന രംഗം ബ്രോക്കറായി അവതരിപ്പിച്ചത് ഇന്ദ്രൻസാണ്. ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്നതിൽ ഒരു തരക്കേടുമില്ല. വെട്ടിയാൽ വാള് മുറിയുന്ന തറവാടാ അവരുടേത്. 500 കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ. കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ? എന്നാൽ അന്നങ്ങേർ ഇവിടുത്തെ പേര് കേട്ടത് സിംഹമായിരുന്നിരിക്കണം. 500 കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ കാണായിരുന്നടാ. എന്റെ ഏട്ടന്മാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം, അവർക്ക് ഇത്തിരി ഭംഗി വേണം. അതെനിക്ക് നിർബന്ധമാണ്. അതെനിക്ക് നിർബന്ധ. പെണ്ണാളെങ്ങനെ? നല്ല തക്കാളി, തക്കാളി പോലത്തെ പെണ്ണുങ്ങള്. പച്ചത്തക്കാളിയോ പഴുത്ത തക്കാളിയോ? മൂത്തവൾ ഇത്തിരി പച്ച, ആ. ഇളയത് ഇത്തിരി പഴുത്തതാ. ആഹാ. എനിക്കങ്ങനെയാ തോന്നിയേ. ആ. ഇനി നിങ്ങൾ കാണും. കൊണ്ടു കൊടുക്കൂ കുട്ടി. അതിലേതാ എന്റെ ചെക്കൻ? ജാതക ചേർത്ത നല്ലപോലെ ഉണ്ടെന്നാ കണ്ടത്. ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം. എന്താ? ആയിക്കോട്ടെ. എന്താ വിരോധോട്ടോ? ഒരു വിരോധമില്ല. ഈ 2 നിലപാട് ഒന്നിച്ചാൽ പിന്നെ ഈ കാർന്നന്മാരാണല്ലോ ഇവിടുത്തെ നാടുവാഴികൾ. പച്ചത്തക്കാളി വരട്ടെ. ഞാനാ നീന, ഏട്ടന്മാര് വരാ. അയ്യോ, പരിചയപ്പെടുത്താനങ്ങ് മറന്നുപോയി. മൂത്തവൻ അവൻ ജയകൃഷ്ണൻ, രണ്ടാമനായി ഇവൻ ഗോപികൃഷ്ണൻ. നേരെയൊക്കെ നോക്കി കണ്ടോടാ. എന്താ അതിന്റെ അഭിപ്രായം? എനിക്കിളയല്ലേ? നല്ലതാ, എനിക്കത് മതി. നിന്റെ കാര്യം എങ്ങനെ? എനിക്ക് ഇളയതിനെ മതി. എടാ, നിനക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന മൂത്തേനെയാ. അതിന് എനിക്ക് വേണ്ട. അതിന് മൂപ്പിത്തിരി കൂടും. അമ്മാവിന് ഇതിൽ ഇടപെട്ട് എന്റെ കാര്യം കലക്കരുത്. ഇത് നടന്നില്ല, എനിക്കിനി വിവാഹമേ വേണ്ട. എന്താടി ഇരുന്ന് മോങ്ങുന്നത്? എന്താണെന്ന്? അവർക്ക് ആ 2 പേരെയും വേണ്ടെന്ന്. 2നും പഠിപ്പില്ല അത്രേ. അത്ര നിർബന്ധാണെങ്കിൽ ഇളയവനെ കെട്ടിക്കോളാന്ന് വരുത്തി. അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം. പുറത്ത് അതിലും വലിയ പ്രശ്ന. 2 ആൾക്ക് ഇളയതിനെ മതി, മൂത്തതിന് ആർക്കും വേണ്ട. ഞാൻ എന്താ ചെയ്യാ? ഇവളുമാർക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായല്ലോ. ഇത്രയധികം സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി. അത് ഒന്ന് 8ാം ക്ലാസ്സും ഒന്ന് 7ാം ക്ലാസ്സും. നേരം വേണം പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല. അവരെ കെട്ടാൻ ഞങ്ങൾക്ക് വയ്യ. അത്രയ്ക്ക് ദണ്ണമാണ് ഈ മൂത്തൻ അമ്മാവൻ കെട്ടി. പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വിട്ടിത്തരം കാണിക്കരുത്. എന്താ അവരുടെ തീരുമാനം? എനിക്ക് അനിയത്തിയെ മതി. എനിക്കും അനിയത്തിയെ മതി. 3 മക്കളിൽ ഇളയവനായ ഹരികൃഷ്ണനാണ് അത്യാവശ്യം ലോകവിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരാൾ. അദ്ദേഹത്തിന് പൊള്ളാച്ചിയിലെ KTK കമ്പനിയിൽ ജോലി കിട്ടുന്നു. പൊള്ളാച്ചിയിലെത്തിയ ഹരികൃഷ്ണൻ അവിടെ ഒരു മലയാളിയായ കുട്ടൻ നായരെ പരിചയപ്പെടുന്നു. ഈ കുട്ടൻ നായരിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. രണ്ടാം ജന്മാണെന്ന് കരുതിയാ മതി. ചായ കുടിക്കേ, ഒന്ന് ചൂടാവട്ടെ. കാണാൻ ഇത്തിരി ഭംഗിയും ചോപ്പൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് എന്തിനാ ലോറിയുടെ അടി കിടന്ന് ജീവിതം കളയുന്നത്? നാട് വിട്ടു പോന്നാ? ഞാൻ കുട്ടൻ നായർ, ചങ്ങനാശ്ശേരിക്കാരനാ. ഇത്തിരി സംഗീതക്കമ്പുണ്ടായിരുന്നു, തകില് കൊട്ടു. എന്റെ 17ാമത്തെ വയസ്സില് ഇവിടെ ഒരു അമ്പലത്തിൽ കച്ചേരിക്ക് വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോയിട്ടില്ല. ഇവിടെ അങ്ങോട്ട് കൂടി. സംഗീതമാകുമ്പോ ഇത്തിരി ശൃംഗാരൊക്കെ ഉണ്ടാവുമല്ലോ. ആ ശൃംഗാരത്തിന്റെ കലാശക്കൊട്ടാണ് സ്ത്രീ രൂപത്തിൽ അവിടെ നിന്നത്. രാവിലെ ഒരു കുളി നിർബന്ധമാണെങ്കിൽ അടുത്ത് പൈപ്പുണ്ട്. ഇനിയിപ്പോ എന്തിനാ ഒരു മുറി എടുക്കണേ? കുട്ടൻ നായരിലൂടെയാണ് കൗണ്ടറെ കുറിച്ചും കൗണ്ടറുടെ മകളെ കുറിച്ചുമൊക്കെ ഹരികൃഷ്ണൻ അറിയുന്നത്. കൗണ്ടറുടെ ഒരു പിറന്നാൾ പരിപാടിക്ക് കുട്ടൻ നായർ പാട്ടുപാടാൻ പോകുമ്പോൾ കൂടെ ഹരികൃഷ്ണൻ പോകുന്നു. അവിടെ വെച്ചൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ പവിഴവും ഹരികൃഷ്ണനും തമ്മിൽ കാണുന്നതും പ്രേമിക്കുന്നതൊക്കെ. പിടിവിട്ടു പോച്ചുങ്ക. അത് മനസ്സിലായി. പിടിവിട്ടാൽ ഏത് സാധനവും താഴേക്ക് വീഴുമെന്നേ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തമിഴ് തെരിയാതാ?
മലയാളം തെരിയുമാ? പിന്നെന്തിനാണ് ഓരോരോ കുടം വാങ്ങി ദിവസം ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നത്? പെരിയ കൗണ്ടർ പറഞ്ഞാലേ നിന്റെ ഗതി ആ പിച്ചള കുടത്തേക്കാ കഷ്ടാവും. எனக்கு உங்களை பிடிச்சிருக்கு. நான் விட மாட்டேன், கண்டிப்பா விட மாட்டேன். പിരിയാനാവാത്ത വിധം അവരടുത്തു കഴിഞ്ഞു. അവർ ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. കൗണ്ടറുടെ ഗുണ്ടകൾ അവരെ പിന്തുടർന്ന് പിടികൂടി നാട്ടുകൂട്ടത്തിന്റെ മുന്നിലേക്ക് ഹാജരാക്കുന്നു. ഈ മനുഷ്യൻ നോക്കി പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്കടോ. வாயை திறந்து சொல்லுங்க மாமா, இவனை பீஸ் பீஸா கிழிச்சிடுறேன். இனிமே இப்படி ஒரு சம்பவம் நம்ம ஊர்ல நடக்க கூடாது. பிரச்சனை எங்க கிட்ட விடுங்க, மீதியை நாங்க பாத்துக்கிறோம். ஒருத்திக்கு ஒருத்தன்றதான் நம்ம தமிழ் பண்பாடு. இந்த தாலி என் பொண்ணு கழுத்துல கட்டு. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ ഹരികൃഷ്ണൻ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. വീട്ടുകാരെ അറിയിക്കാതെ നടത്തിയ വിവാഹം. അതുകൊണ്ട് ഭാര്യയുമായി വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോഴാണ് ഒരു ഉപായം തോന്നിയത്, ഭാര്യയെ വേലക്കാരിയുടെ രൂപത്തിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം, പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നൊക്കെ. അപ്പം അമ്മയ്ക്കൊരു സഹായി എന്ന നിലയ്ക്ക് ഒരാളെ കൊണ്ടുവരുന്നുണ്ട് എന്ന വിവരത്തിന് ഒരു കത്ത് വീട്ടിലേക്ക് അയക്കുന്നു. ആ കത്ത് കിട്ടുന്നത് ജയകൃഷ്ണന്റെ കയ്യിലേക്കാണ്. കണ്ണപ്പമാവ വന്നിരിക്കണോ, വന്നിരിക്കണോ, എഴുത്ത് വന്നിരിക്കണോ. കലക്കാതെ കാര്യം പറ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഹരീഷ്ണ വരുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് മാറ്റം കിട്ടിയത്രേ. അതേതായാലും നന്നായി. അല്ലെങ്കിലും അവന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസം വച്ചപ്പി. അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? മറുപടി വൈകിയത് എനിക്ക് അസുഖമൊക്കെ ആയിരുന്നു. എപ്പോഴാ കണ്ണപ്പ അവൻ വരുന്നത്? അത് തന്നെയാ ഞാനും തപ്പുന്നത്. അവനിൽ എഴുതിയ തീയതി കുളത്തിൽ വീണ് പോയെന്നാ തോന്നുന്ന മച്ചമ്പി. അയ്യോ, നിന്നോട് ആര് പറഞ്ഞത് നനയ്ക്കാൻ? അവൻ വരുന്നു എന്നറിഞ്ഞപ്പം, അല്ല ആ വീട്ടുവേലയ്ക്ക് അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോ ഉണ്ടായ ആവേശത്തിൽ ഞാൻ ചാടിപ്പോയതാണ് വെച്ചാ. വന്നതൊന്നും പോരാഞ്ഞിട്ട് ഇനിയിപ്പോ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്, ആണോ പെണ്ണോ? ഒരു ശാന്തി മുഹൂർത്തവും കുറിച്ചുകൊണ്ട് ഹരികൃഷ്ണനും പവിഴവും കുട്ടനായരും മേലെപ്പറമ്പിലേക്ക് എത്തുന്നു. മേലെപ്പറമ്പിൽ എത്തുമ്പോഴുള്ള ആ കാഴ്ച അതീവ രസകരമാണ്. സമ്മതിക്കില്ല അച്ചപ്പി, ഞാനോട് തല്ലാൻ. ഇതിലൊന്നല്ലോ നമ്മൾ ആത്മഹത്യ ചെയ്തതാ. മാറി നിൽക്ക്, ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. അതുങ്ങളെ തല്ലിയ ചത്തുപോന്ന് പറയടാ. ചത്താക്കാരി അവര് നോക്കിക്കൊള്ളും, അമ്മയിൽ ഇടപെടണ്ട. ഇന്ന് ഹരീഷ, നെഞ്ചിടിക്കണു. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഹരീഷ്ണം വന്നു, അമ്മ ഹരീഷ്ണം വന്നു. മോനെ, എന്തായിരുന്നു ഇവിടെ ബഹളം? ഞാൻ ആകെ പേടിച്ചുപോയി.
കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ 10 തവണ വീണ്ടും കേൾക്കും. ഇത്തവണ യുവമാരെ കെട്ട തേങ്ങയല്ല, നല്ല അസല തെങ്ങണ്ടയ്യ. ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല. ഇപ്പൊ നല്ലവണ്ണം പഠിച്ചല്ലോ. ഓടാ. നീ വരുന്ന വഴിയാണോടാ? അതെ. അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ? അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ലക്ഷണം കൊണ്ട് നല്ലതാ മച്ചമ്പി. ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ. ഐശ്വര്യം പോയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. നിന്റെ പേരെന്താ പെണ്ണേ? പവിഴം. നീ എന്ത് ജാതിയാ? അല്ല, മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അല്ല, പഠിക്കാനുള്ള തയ്യാറെടുപ്പ്. ഞാൻ കണ്ണപ്പൻ, ഹരികൃഷ്ണന്റെ അമ്മാവനാണ്. അവൻ ജയകൃഷ്ണൻ, ഇവൻ ഗോപികൃഷ്ണൻ. ഞാനിവിടുത്തെ കാര്യസ്ഥൻ. ഹരിയുടെ അച്ഛനമ്മയൊക്കെ മനസ്സിലായല്ലോ. ആരായാലും എന്താ, അവർക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോടാ കൊശം. അതിനൊക്കെ കുട്ടിയുടെ അച്ഛനാണല്ലേ? എന്താ പേര്? എൻ പേര് ദുരൈസ്വാമി. എനിക്ക് കൊഞ്ചം മലയാളം അറിയും. ഓ, എടാ ഗോപി, ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ. പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത്. സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനീന്ന് പോട്ടെ. നീ എന്താ നീങ്ങി നിന്നത്? അല്ല, അവിടെ നിന്ന കാറ്റുകൊണ്ട് കർപ്പൂരം കേടും, അതുകൊണ്ടാ. കുട്ടിയെ അകത്തേക്ക് പൊയ്ക്കോളൂ. പവിഴം മേലെപ്പറമ്പിൽ എത്തിയതോടുകൂടിയാണ് ആ കഥയുടെ ഒരു ലെവൽ മാറുന്നത്. പ്രത്യേകിച്ച് സുന്ദരിയായ വേലക്കാരി, കല്യാണപ്രായം അതിക്രമിച്ച മച്ചമ്പിയും ചേട്ടന്മാരും, ഇവരൊക്കെ പവിഴത്തെ സമീപിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു രംഗമാണ് പവിഴം വന്ന ആദ്യ ദിവസം തന്നെ ജോലി ചെയ്യുമ്പോൾ ജയകൃഷ്ണൻ്റെ കഥാപാത്രം വന്നിട്ട് ആദ്യ ദിവസമല്ലേ ഇന്ന് ലീവ് എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന രംഗമുണ്ട്. മുറ്റമടിക്കുന്നതിൽ ഒരു തമിഴ് സ്റ്റൈലുണ്ട്. എവിടാ ശരിയായ നാട്? മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ, ലീവ് എടുക്കായിരുന്നില്ലേ? അയ്യോ അമ്മ, അമ്മ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരാ നീ പറഞ്ഞത്. ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇങ്ങതാ പെണ്ണെ, എന്താ നീ തന്നെ അങ്ങ് അടിച്ചു വാര. അടിച്ചു വാരടാ. നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി. എങ്ക കുഞ്ചുലക്ഷ്മി? എന്റെ അമ്മേ, കുഞ്ഞുലക്ഷ്മി കറക്കാൻ വന്നത് ഇത് കുത്തും. ഇതിനെ പതിവായിട്ട് കറക്കുന്നതേ ഞാനാ. ആ വെള്ളം ഇങ്ങേറിയ, ഇനി ആ വെള്ളം ഇങ്ങേറിയ. പവിഴത്തെ ചുറ്റിപ്പറ്റി നീങ്ങുന്ന ചേട്ടന്മാരെയും അമ്മാവനെയും ഒക്കെ നിരീക്ഷിക്കാൻ ഹരികൃഷ്ണൻ ഒരു ഉപഗ്രഹം പോലെ അവരുടെ പുറകെ ചുറ്റുന്നുണ്ട്. ആ രംഗങ്ങളൊക്കെയാണ് അതീവ രസകരം. ഇവിടെ എന്താ ഒരു മരാമത്ത് പണി? ഇങ്ങെതിരെ ഞാൻ തറയ്ക്കാം. പവിഴം ഇനി അവൾക്കൊരു ആണിയടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത്? ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. അല്ലേ പവിഴം? അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ്. മാണികത, നീ പോടാ.
കുട്ടിക്ക് ഇപ്പൊ എന്താ ഇവിടെ തുറക്കേണ്ടത്? വേണേ ഞാനൊരു പടം തരാം. ഇതാരാ മുത്തച്ഛന? കടവുൾ. കടവുൾ എപ്പോഴാ ഈ വേഷത്തിൽ ഇറങ്ങിയത്? കുട്ടിക്ക് ഇനിയും വല്ല ആണി അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. പെങ്ങളെന്താ ഇവിടെ? ആങ്ങളെന്താ ഇവിടെ? അത് ഞാൻ ആണിയുടെ അകത്തുനിന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല. ആ സമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ തുറന്നു കൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ. 5-6 ആണുങ്ങളുള്ള വീടാ. പേര് ദോഷം കേൾപ്പിക്കരുത്. പവിഴം വളരെ പെട്ടെന്ന് തന്നെ ആ കുടുംബക്കാർക്കൊക്കെ വേണ്ടപ്പെട്ടവളായി മാറുന്നു. അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകളെ പോലെയാണ് പവിഴം ഇപ്പോൾ. ഓഫീസിലെത്തിയ ഹരികൃഷ്ണൻ തൻ്റെ ശാന്തി മുഹൂർത്തം ഇന്നാണെന്നറിഞ്ഞ് ഓടിയെത്തുന്ന രംഗമുണ്ട്. അത് പവിഴത്തെ അറിയിക്കുന്നു. രാത്രി പശുത്തൊഴുത്തിൽ ഞാൻ ഉണ്ടാവും എന്നും അങ്ങോട്ട് വരണമെന്നും പവിഴത്തോട് പറയുന്നു. അന്ന് രാത്രിയാണ് ആ രസകരമായ രംഗങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ എങ്ങാണ്ടാണല്ലോ വീണത്. എല്ലാരും എന്തോന്ന് ആ തപ്പിക്കളിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു. അത് തിരയായിരുന്നു. മറ്റപ്പേക്കോട്ടാ രാത്രിയില്. ഞാനൊന്ന് ഭാര്യ വീട് വരെ. ഓ ഗോപികൃഷ്ണ, എന്തോ പറമ്പിൽ നെല്ലിക്ക എത്ര ഉണ്ട്? 3 ചാക്ക് കിട്ടുവോ? 2.5 ചാക്കേ പറിച്ചോളച്ചാ. കുറച്ചുകൂടെ പറിക്കേ. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. മച്ചമ്പി, അതുപോലെ ഇതിൽ മറ്റൊരു രംഗമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ജഗതി കയ്യടികൾ നേടിയൊരു സിനിമയാണ്. എല്ലാ കോമഡി രംഗങ്ങളിലും ജഗതി അപാരമായ പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു രംഗമാണ് തൻ്റെ പഴയ കാമുകിയായ യശോദ വേലക്കാരി വന്നപ്പോൾ തന്നോട് അടുപ്പം കുറഞ്ഞോ എന്ന് സംശയിച്ചിട്ട് കുളക്കരയിൽ വെച്ച് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ? അധികം ലോഹ്യൊന്നും വേണ്ട. വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട്. നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല, ഒരു ദേവതയാണ്. അടുക്കള ദേവത. സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? പറ, ആണോ? ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ? എന്നാ ഈ വെള്ളത്തിലോട്ട് ചാട്. ചാടും. ചാട്. നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത്. മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റുവീഴ്ചയുണ്ട്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളപറിക്കലും ചാക്കലി നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ. ആ തോന്നൽ അനാവശ്യമാ. ഗോപികൃഷ്ണൻ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി. ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളയ്ക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി. എന്നാ എനിക്ക് പിഴച്ചു. മുതലാളി, ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കള. അയ്യോ എന്റെ കാല്. ഇയാളെ കല്യാണം കഴിച്ച ഈ കുളം എന്റെ പേരിൽ എഴുതി തരുമോ? ഓ, എഴുതി തരാം. തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ 2 ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം. ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്കൊന്ന് കുളിക്കണ്ടേ? ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏയ്, ആരും വരില്ല. നീ ധൈര്യമായിട്ട് കുളിച്ചോ. എന്നാ ചേട്ടനും ചാട്. ചാട്. ഇനിയൊരു കുളിയാവാ. ഇന്നെന്താ ഇത്ര നേരത്തെ? വയ്യ, ഒരു ഉഷാറില്ല. ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ. അതാണ് നല്ലത്. മനസ്സറിഞ്ഞൊന്ന് കുളിച്ചാൽ ഒരു ഉഷാറ് വരും. 40, 41, 42, 43, 44, 45. 45 ആയുള്ളൂ. ഇത് ഞാൻ പൊട്ടിച്ചേരാം. എന്നാ മുങ്ങ. അത്രക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടിയിരിക്കും. വെറും വാക്ക് പറയരുതേ. വെറും വാക്കല്ല ജയകൃഷ്ണന്റെ വാക്ക്. എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും. എന്നാൽ എണ്ണിക്കോ. കെട്ടിയില്ലേ? അപ്പോൾ കാണാം. കാണാം. 1, 2, 3, 4, 5.
സുഖമായിട്ടൊന്ന് മുങ്ങി കുളിച്ചാല ക്ഷീണമൊന്ന് മാറും. അയ്യാ. കഴിവറ മോനെ, കണ്ട തേവിടിശികൾക്ക് കലക്കി കുളിക്കാനാണോടാ കാരണവന്മാർ നിനക്ക് കുളം കുഴിച്ചു തന്നിരിക്കുന്നത്? സർവനാശം വരുത്താൻ ഓരോരോ സന്തതികള്. എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നിന്ന് അവള് പൊന്തി വന്നത്. കുടുംബമാഹാത്മ്യം പറഞ്ഞ് കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ കുഴികുത്താൻ വിടുമ്പോ ആലോചിക്കണം. ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്നോരോന്ന് പൊന്തും. ആ യശോദ അല്ലെങ്കിൽ ഇത്തിരി അധിപ്രസംഗം അച്ചമ്പി. മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ. ഇത്രയേരോടെ പവിഴം ഗർഭിണിയാണെന്ന വാർത്ത അച്ഛനും അമ്മയും അറിയുന്നു. അവർ പരിഭ്രാന്തരാകുന്നു. തന്റെ മക്കളോ പച്ചമ്പിയോ ആണോ ഇതിന് കാരണക്കാരെന്ന് അവർ സംശയിക്കുന്നു. അവരെ ചോദ്യം ചെയ്യുന്ന രംഗങ്ങളൊക്കെ അതീവ രസകരമാണ്. കാണാം. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും പെങ്ങൾക്ക് വിശ്വാസാവില്ല. എങ്കിലും ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കുക, പെങ്ങൾക്ക് സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ? ഞാൻ വരൂല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? കേറി വാടാ ഇങ്ങോട്ട്. അച്ഛൻ പോയാ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങി വരാനാ പറഞ്ഞത്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അച്ഛാ. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഇറങ്ങി വാടാ. എടാ നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ? അമ്മ ഇങ്ങോട്ട് വരട്ടെ, നിലയില്ല ചത്തു. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? എടാ സത്യം പറയാ. വെട്ടിട്ടോട്ടെന്ന് വെച്ച് മക്കളെ ഇങ്ങനെ തള്ളരുത്. നിങ്ങൾ ഒരു തള്ളയല്ലേ തള്ള. സത്യം പറയടാ. നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനെ അല്ല. സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. അവള് നിന്റെ പേര് പറഞ്ഞാലോ ഞാൻ തൂങ്ങിച്ചാകും. വേണ്ട, ഞാൻ തന്നെ. മച്ചമ്പി എങ്ങോട്ടാ? നാട് വിടുത്തതാ ബുദ്ധി. ഇനി ഞാൻ ഇതിനകത്തില്ല. അപ്പൊ തന്റെ കൃഷിയോ? എന്തോന്ന് കൃഷി? അതിലും വലിയൊരു വ്യക്തിത്വം മുളയ്ക്കുന്നതും കാത്തിരിക്കേണ്ടേ ബാക്കിയുള്ളവര്. എനിക്ക് വയ്യ, ഞാൻ പോണു. പോവാൻ വരട്ടെ. ഇത് നട്ടതാരാണെന്നൊന്ന് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ. ഓർമ്മയുണ്ടോ ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്ത് ഇതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ. നേരാ, ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, മച്ചമ്പിയുടെ മക്കളും മച്ചമ്പി നടന്നിട്ടുണ്ട്. ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റ് ഇട്ടത് ആരാ? മച്ചമ്പിയല്ലേ? മച്ചമ്പി എന്തിനാണ് ചോദിച്ചത്? അയ്യോ വേണ്ട വേണ്ട, വിടാനാ പറഞ്ഞത്. അയ്യോ എന്റെ ഈശ്വര, എന്തൊക്കെയാണ് കാണിക്കുന്നത്? വിടാൻ. നേരാ, ഞാനും വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി. അത് ഞാനാണെന്നറിഞ്ഞ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ലാം. മറിച്ച് എന്റെ മക്കളോ മച്ചമ്പിയോ ആണെന്നറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല. പോടാ പോ. നോക്കൂത്തി പോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്കും. ഇത് നുള്ളി എടുക്കാൻ എനിക്കറിയാം. ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. പൊള്ളാച്ചിയിൽ നിന്ന് കൗണ്ടറുടെ ഒരു വലം കൈയായ ഒരു ഗുണ്ട വന്ന് പവിഴത്തെ കടത്തിക്കൊണ്ടുപോകുന്നു. വിവരമറിഞ്ഞ ഹരികൃഷ്ണൻ ഓടിയെത്തി പവിഴത്തെ രക്ഷിക്കുന്നു. പിന്നീട് സംഘടന രംഗങ്ങളാണ്. രാജസേനന്റെ സിനിമയിലൊക്കെ സംഘടന രംഗങ്ങൾ അതീവ രസകരമാണ്. കോമഡിയും കൂടി സംഘടന രംഗങ്ങളിലൂടെ മിക്സായിട്ടാണ് അവതരിപ്പിക്കാറുള്ളത്. പ്രത്യേകിച്ച് ജഗദീഷ് ശിവകുമാറിനെ പോലുള്ള ആളുകളൊക്കെ ആ സമയത്തൊക്കെ നിറഞ്ഞാണ്. നമുക്ക് അതുപോലെ രംഗങ്ങളൊക്കെ ഒന്ന് കാണാം. ആരാണോ ഹരിയത്തുള്ളത്?
പൊള്ളാച്ചി അണ്ണ മുണ്ട മുണ്ട് തൻ്റെ മകൾ വേലക്കാരിയെ പോലെയാണ് മേലെപ്പറമ്പിൽ കഴിയുന്നതെന്നറിഞ്ഞ കൗണ്ടർ അദ്ദേഹത്തിന് ഗുണ്ടകളെയും കൂട്ടി വരുന്ന ഒരു രംഗമുണ്ട്. നമ്മളൊക്കെ കരുതും അത് വലിയൊരു സംഘട്ടനത്തിലാവും കലാശിക്കുകയാണ്. പക്ഷേ ആ സിനിമയുടെ ക്ലൈമാക്സ് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവന്ന് കയ്യടി നേടിയ ഒരു ക്ലൈമാക്സാണ്. നമുക്ക് ആ സിനിമ കാണാം. பொள்ளாச்சி நாச்சிமுத்து கவுண்டம் பரம்பரையில வந்த வீரமுத்து கவுண்டனா ஒரு பெரிய கிராமத்துக்கே சொந்தக்காரன். இதோ இந்த பொண்ணோட அப்ப. என் விதி, நான் 2 தப்பு பண்ணிட்டேன். ஒண்ணு, இந்த பரதேசி நாய் பேச்சை கேட்டது. இன்னொன்னு, முன்ன பின்ன தெரியாத இவனுக்கு என் பொண்ணை கல்யாணம் பண்ணி கொடுத்தது. மகராசியா வாழ்வேன். என் பொண்ணை நான் ஆசீர்வாதம் பண்ணி அனுப்புனேன். நீங்க எல்லாருமா சேர்ந்து அவளை வேலைக்காரி ஆக்கிட்டீங்க. இனி ஒரு நிமிஷம் கூட அவளை இந்த வீட்டுல நான் இருக்க விட மாட்டேன். வாமா வா. വീരമുത്ത് കൗണ്ടരെ, താൻ തന്റെ മകളെ കൊണ്ടുപോക്കോ. പക്ഷേ എന്റെ മകന്റെ കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ട് പോ. പിന്നെ കിഴക്കത് മാസം 2 എടുത്തോണ്ട് ഓടുന്ന കണ്ടാ തോന്നുന്നു ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന്. ഒന്ന് പോ തന്ത കൗണ്ടറെ. കൗണ്ടർ അകത്ത് കയറി ഇരിക്കേ, മോളൊന്ന് പെറ്റോട്ടെ, എന്നിട്ട് പോവാലോ. இல்ல, பேர குழந்தை பறக்கட்டும், அப்புறம் போலான்னு சொல்றாரு. வளகாட்ட முடிச்சிட்டு போங்கப்பா. പൊള്ളാച്ചി കൗണ്ടറെ, നിങ്ങളുടെ മകളെ വേലക്കാരിയാക്കിയത് ഞങ്ങളാരുമല്ല, ഈ പരമനാറിയ. അതാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. തെറ്റുകൾ കുറെയൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്. നിന്നെ എനിക്കിഷ്ടമാണ് മോളെ. കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പെണ്ണ് വിളിച്ചു പറയുമ്പോഴല്ല, അത് ഞാനാണെന്ന് ആണ് സമ്മതിക്കുമ്പോഴാ ഒരു പെണ്ണിന്റെ വിജയം. നീ എന്റെ മരുമകളാ, ധൈര്യശാലി. என்ன சொல்றாருன்னு புரியுதா? உங்க மக ரொம்ப தங்கமான பொண்ணுன்னு சொல்றாரு.
ആ മോനെ മരുമകളെ നന്നായിട്ടൊന്ന് ഒഴിഞ്ഞേ. ശരിയാ. എന്നാ പെങ്ങളെ, ആ മാപ്പിളയും പെണ്ണും കൂടെ നീങ്ങി നിന്നേ. എടാ ഗോപി, നീ ഇങ്ങോട്ട് വന്നേ. ദീർഘായുസായിട്ടിരി മക്കളെ. അതെ, ഞങ്ങളും പൊള്ളാച്ചിക്ക് വരട്ടെ. ഓ എന്തിനാ? ഞങ്ങൾക്കും കൂടി ഓരോന്നിനെ സംഘടിപ്പിച്ച് തരുമോ? ഈ സിനിമയിലെ കോമഡി രംഗങ്ങളൊക്കെ അതീവ രസകരമാണ്. ഒരു സംവിധായകൻ്റെ സംവിധാന മികവ് തന്നെയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലും ഈ സിനിമയും അതിലെ കോമഡി രംഗങ്ങളുമൊക്കെ ഇപ്പോഴും ജനങ്ങൾ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി.